ദിവസങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താല്പര്യത്തോടെ എല്ലാ ആരാധനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ലഭ്യമായ അവസരത്തെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഏവരെയും ദൈവനാമത്തിൽ ഞാൻ ഓർക്കുകയും ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒപ്പം ഇപ്പോൾ വിനയത്തോടെ സ്വാഗതം ആശംസിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നാം വിനയത്തോടുകൂടെ ആയിരുന്ന ഈ കഴിഞ്ഞ 4 രാത്രിയിലും കേട്ട വചനങ്ങൾ വ്യക്തമായി ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പ്രാർത്ഥനാപൂർവം തുടർന്നും വചനധ്യാന അനുഭവങ്ങളിൽ വിനയപ്പെടുക. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ വഴി നടത്തട്ടെ. ആ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ ഒരിക്കൽ കൂടെ നമുക്ക് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം ആരംഭം 1-ാം അധ്യായം തുടങ്ങിയാണ് ഈ ശുദ്ധീകരണ കൂട്ടായ്മകളിലെ വചന ധ്യാനാനുഭവങ്ങൾ നാം ആരംഭിച്ചത്. പുറപ്പാട് പുസ്തകത്തിൽ അതിപ്പോൾ വന്നെത്തി നിൽക്കുകയാണ്. ആദ്യ ദിനത്തിൽ ആദാമിനെ സൃഷ്ടിച്ചതും അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചതും മറ്റു ജനാന്തരങ്ങളെ സൃഷ്ടിച്ച അനുഭവങ്ങളൊക്കെ നാം മനസ്സിലാക്കി. 2-ാം ദിവസത്തിൽ ആദാമിൻ്റെ വീഴ്ച അല്ലെങ്കിൽ മനുഷ്യൻ്റെ വീഴ്ച, ശേഷം നോഹ വരെയുള്ള തലമുറകളെ കുറിച്ചൊക്കെ നാം അല്പം ചുരുക്കമായി മനസ്സിലാക്കി. ശേഷം വീണ്ടും മുമ്പോട്ട് നമ്മൾ മനസ്സിലാക്കിയത് ദൈവ സന്നിധിയിൽ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ജനവും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജനവും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, വീണ്ടും കഴിഞ്ഞ രാത്രിയിൽ ഗോത്രപിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, പിന്നെ അവരുടെ മക്കളെ യോസേഫ് വരെയുള്ളവരെ കുറിച്ച് നാം മനസ്സിലാക്കി. ദൈവം ചില പ്രത്യേക ദർശനങ്ങളോടോ കാഴ്ചപ്പാടോടുകൂടെ ഒക്കെയാണ് മനുഷ്യരെ വീക്ഷിക്കുന്നത് എന്ന് നാം കഴിഞ്ഞ രാത്രിയിൽ മനസ്സിലാക്കി. മനുഷ്യരുടെ ഇടയിലുള്ള പ്രീതി അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിലുള്ള പ്രശംസ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നും, മനുഷ്യരാൽ സ്നേഹിക്കപ്പെടുന്നവരെ, മനുഷ്യരാൽ ചേർത്ത് പിടിക്കപ്പെടുന്നവരെ ശരിക്കും മനുഷ്യൻ ഒറ്റപ്പെടുത്തുന്നവരെയോ തള്ളിക്കളയുന്നവരെയോ ഒക്കെ ദൈവം ഓർക്കുന്നു എന്നും നാം മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, തുടർന്ന് നാം വചനത്തിൽ മുമ്പോട്ട് സഞ്ചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം ഇസ്രായേൽ ജനത്തിന് കൽപ്പനകൾ നൽകുന്ന അനുഭവങ്ങളാണ് പുറപ്പാട് പുസ്തകത്തിൽ തുടർന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് എന്ത് നൽകുന്നു? എന്തോ നൽകിയല്ലേ? ഇസ്രായേൽ മക്കൾക്ക് ദൈവം എന്തൊക്കെ നൽകി? എല്ലാവരും പോയ അരിയോട്ടുകാരെല്ലാവരും പോയ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന നൽകുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കൽപ്പന നമ്മുടെ വീടുകൾ നമ്മൾ മനസ്സിലാക്കാം. വീട് നമ്മളെല്ലാവരും വീട്ടിൽ നിന്നാണോ വരുന്നത്? വീടുകളിൽ നിന്നാണോ വരുന്നത്? വീടുകളിൽ നിന്നാണോ വരുന്നത്? മറുപടി ശരിക്കും ഞാനാണെന്ന് പകല് മൊത്തം കഷ്ടപ്പെട്ടിട്ട് വന്നിരിക്കുന്നത്. ശരിക്കും എനിക്കാണ് ഫസ്റ്റ് ആവശ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് ഇപ്പം കഴിച്ചിട്ടാ വന്നേ, വയർ നിറച്ച ആഹാരം, അങ്ങനെ വരുമ്പോൾ ഒരു ക്ഷീണം ഇല്ല, അത് ഒന്ന് വായ തുറന്ന് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളതാണ്. അങ്ങനെയല്ല. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുക്കുന്നു. നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പനുണ്ട്, അമ്മയുണ്ട്, പിന്നെ മക്കളുണ്ട്. ശരി, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒരു കാലത്ത് മക്കളായിരുന്നവരാണ്. ആണോ? ആണ്. നിങ്ങൾക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആണോ?
നിങ്ങൾ മക്കളെ വളർത്തിയവരാണ്, ആണോ? ആണ്. ശരി. ചോദ്യം ഇതാണ്, മക്കളെ നീ അത് ഇത് ചെയ്യരുത്, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു? മക്കളെ ചൂലിരിപ്പുണ്ട്, മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി. മക്കളെ തീയാണ്, നീ തുടരുത്. മനസ്സിലാവണ്ട? മക്കളെ ആഹാരം കഴിയുന്ന സമയമായി, വന്ന് കഴിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയാറുണ്ടോ? പറയില്ലേ? പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ല? നിങ്ങളുടെ മക്കൾ അനുസരണയുള്ളവരായിട്ട് വളരണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ മോൻ ഫ്രീഡം തോന്നിയ വാസികൾക്ക് വളർന്നോട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്? ആവശ്യത്തിന് സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ മക്കൾ വളരണമോ, അതോ തോന്നിയതുപോലെ അവർ വളരണമോ? മറുപടിയില്ല. ജാന ടീച്ചർ എപ്പോഴും പറയും, നിങ്ങളുടെ മക്കള് നിങ്ങൾ പറയുന്നതനുസരിച്ച് നല്ല മക്കളായിട്ട് വളരണം. അതാണ് നിങ്ങളുടെ ആഗ്രഹം. ഇവിടെ ഇരിക്കുന്നവരുടെ ആഗ്രഹമൊക്കെ അതാണോ? ഓക്കെ. നമ്മുടെ ദൈവത്തെ എന്തെന്നാണ് അഭിസംബോധന ചെയ്യുക, വിളിക്കുക? എണ്ണം പറഞ്ഞില്ല. ഞാൻ ഇടയ്ക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മുടെ നാക്കിൻ്റെ അതരത്തിൻ്റെ ആ ഒരു ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന നാക്ക് തുറക്കാൻ പറ്റാത്ത വിധം ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്ക് ഇങ്ങനെ വാ തുറക്കാൻ പറ്റാതെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുമ്പോൾ, അടക്കി വെച്ചിരിക്കുമ്പോഴത്തെ ഒരു അനുഭവം ഇല്ലേ? അത് മാറിയ നമ്മുടെ വീടുകളും കുടുംബങ്ങളും രക്ഷപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോ നമ്മുടെ വാ തുറക്കാനായിട്ട് നമുക്ക് പറ്റുമോ അപ്പോൾ മുതൽ നമ്മൾ രക്ഷപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംശയമുണ്ടോ? നമ്മളിന്ന് പാടിയ പാട്ട് ഏതാണ്? കുറെ പാട്ട് പാടി. ഓക്കെ. യേശു നല്ലവൻ, അതിനൊക്കെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ജയിലിൽ നിന്നും എന്നെ ദൈവത്തിന് മഹത്വം കരുതും. സങ്കീർത്തനകാരൻ പറയുകയാണ്, അങ്ങനത്തെ സങ്കീർത്തനമുണ്ട്, അറിയാമോ? അത് സങ്കീർത്തനമാണ് ആ പാട്ട്, ഒരു സങ്കീർത്തനമാണ് ആ പാട്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആയിരുന്ന അവസ്ഥകളിൽ ദൈവത്തിന്റെ ദിവ്യമായ കൃപ അനുഭവിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ കുറിച്ച് ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു സങ്കീർത്തനം ഞാൻ പരിചയപ്പെടുത്താം. 116 സങ്കീർത്തനം എടുക്കുമോ? ദിവസം കൊണ്ടുവന്ന 116 സങ്കീർത്തനം 1-ാമത്തെ വാക്യം. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. യഹോവ എന്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അടുത്ത വാക്യം 2. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ജീവകാലമൊക്കെയും ആരെ? ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. അടുത്ത 3-ാമത്തെ വാക്യം. മരണവാസങ്ങൾ എന്നെ ചുറ്റി, മരണത്തിന്റെ കൈകൾ എന്നെ ചുറ്റി പരിഞ്ഞു. അടുത്ത പാതാള വേദനകൾ എന്നെ പിടിച്ചു. പാതാള വേദന, നരകയാതന അനുഭവിക്കുകയാണ്. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. 4-ാം വാക്യം എന്താണെന്ന് അറിയാമോ? അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയ. എന്തേ മനസ്സിലാവുന്നുണ്ടോ? അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. 5-ാം വാക്യം. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. അതുപോലെ എൻ മനമേ, 7-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യം എന്താണ്? അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമെന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. 7-ാം വാക്യം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. 8-ാം വാക്യം ശ്രദ്ധിച്ചേ. നീ എന്റെ പ്രാണനെ മീൻസ് ദൈവമേ, അങ്ങ് എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും. 2-ാമത്തെ വാക്യം എന്താണ് നമ്മൾ പറഞ്ഞത്? 3-ാമത്തെ വാക്യം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അല്ലെ? മരണത്തിന്റെ കൈ എന്നെ പിടിച്ചു. 8-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, മരണം പിടിച്ച പിടിയിൽ നിന്നും. മനസ്സിലാവുന്നുണ്ടോ? മരണം പിടിച്ച പിടിയിൽ നിന്നും. അടുത്ത് എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും. അവിടെ പറഞ്ഞുവല്ലോ, ഞാൻ കഷ്ടവും സങ്കടവും
അനുഭവിച്ചു, കഷ്ടവും സങ്കടവും അനുഭവിച്ചു. സ്വാഭാവികമായിട്ട് കണ്ണിൽ നിന്ന് എന്ത് വരും? കണ്ണിൽ നിന്ന് എന്ത് വരും? വെള്ളം വരും, കണ്ണുനീര് വരും. പിന്നെ പറയുന്നത് എന്താണ്? എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? എന്തെങ്കിലും പിടികിട്ടിയോ? ഏത് ജീവിത അവസ്ഥയിലും അതരം തുറന്ന് ദൈവത്തോട് നിലവിളിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതിന്റെ ഏത് അവസ്ഥയിലും, നിന്റെ ഏത് ജീവിത സാഹചര്യത്തിലും നീ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ സർവശക്തനായ ദൈവം നിന്റെ യാചനകളെ കേൾക്കും. ഹല്ലേലൂയ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ പറയട്ടെ. സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം. ദൈവത്തെ കുറിച്ച് പറയുന്നത് സ്വർഗം തന്നെ, സ്വർഗം തന്നെ ഭൂമി പാദപീഠം. സ്വർഗം സിംഹാസനം, ഭൂമി പാദപീഠം. സങ്കല്പിച്ചു നോക്കിയേ. നമ്മൾ ഈട്ടാവെള്ളത്തെ ഇച്ചിരി മണ്ണിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങുകയും വഴക്കിടുകയൊക്കെ ചെയ്യുമ്പോൾ സർവശക്തനായ ദൈവം വാണ് അരുളുന്നത് എങ്ങനെയാണ്? സ്വർഗം സിംഹാസനമാക്കിയിട്ട് കാലെടുത്ത് വെക്കുന്നത് ഭൂമിയിൽ പൊട്ട്. അങ്ങനെയാണ് നമ്മുടെ ദൈവം. എല്ലാവരെയും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എല്ലാ ചരാചരങ്ങൾക്കും അതിനാവശ്യമുള്ളതൊക്കെ നൽകുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വ്യക്തമായ ബോധ്യമുണ്ടോ? അങ്ങനെയാണോ? ഇങ്ങനെ ഉള്ള നമ്മുടെ ദൈവം, ആ ദൈവത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. മനസ്സിലായിക്കൊള്ളണം. എല്ലാം അറിയുന്നവനാണ് സർവശക്തനായ ദൈവം. അങ്ങനെയുള്ള ദൈവത്തോട് നമ്മൾ, കർത്താവേ, ഞാനായിരിക്കുന്ന പ്രശ്നം ഇതാണ്, ഇതിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണമേ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതോ ദൈവം അത് അറിയൂ? പെട്ടെന്ന് പറ. ദൈവം അത് കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ? ഞാൻ നേരത്തെ പറയും, സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, ഹൃദയങ്ങളെ ആരായുന്നവനാണ്, അല്ലേ? എല്ലാം ഇങ്ങനെ തുറന്ന പുസ്തകം കണക്കറിയുന്നവനാണ്. സ്വർഗത്തിൽ പോയ അവിടെയുണ്ട്, പാതാളത്തിൽ പോയ അവിടെയുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്ത് പോയ അവിടെയുണ്ട്. സങ്കീർത്തനക്കാരൻ പറഞ്ഞറിയാലോ, എവിടെ പോയാലും ആരുടെ കൈയുണ്ട്? തമ്പുരാന്റെ കൈ നമ്മെ പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനക്കാരൻ. കർത്താവിനെ ഒളിച്ച് എവിടെ ഒരിടത്തു പോയിരിക്കാനായിട്ട് പറ്റത്തില്ല. കർത്താവിനെ കാണാതെ, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് മറഞ്ഞ് ഒരിടത്തും പോയിരിക്കാനായിട്ട് പറ്റത്തില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അകരം തുറന്ന്, നമ്മുടെ നാവ് ചലിപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഈ ദൈവം എല്ലാം അറിയുന്നു. പിന്നെ എന്തിനാണ് ദൈവം എല്ലാം അറിയുന്നു എന്ന് പറയുന്നത്? പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കണ്ടേ? പിന്നെ ദൈവം അറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ, അല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് സെക്രട്ടറി വിളിച്ചിട്ട് ഒരു കാര്യം കൊണ്ട് പറയുകയാണ്. സഭാതലയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുകയാണ്. കാരണം സെക്രട്ടറിക്ക് ആ കാര്യം അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ദൈവം സെക്രട്ടറിയെ പോലെയാണ്? അല്ല. എല്ലാം അറിയുന്നവരല്ലേ ദൈവം. പിന്നെ ദൈവത്തോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടാ. എന്തുകൊണ്ട്? ദൈവത്തോട് പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട്? പെട്ടെന്ന് പറ. പോയാലും ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പോകും. അതാണ് പ്രശ്നം. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. മൂന്നാമത്തെ അധ്യായം. പാപമൊക്കെ ചെയ്ത് അത്തിയിലേക്ക് കൂട്ടി തുന്നി പുതിയ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് നമ്മുടെ മുതുമുത്തശ്ശിയും കൂടെ എവിടെ പോയിരിക്കുകയാണ്? തോട്ടത്തിൽ കർത്താവ് നടക്കുന്ന ഒച്ച കേട്ടിട്ട് ഒളിച്ചിരുന്നു. ഹല്ലേലൂയ. കർത്താവിന് അറിയാമോ അവർ പഴം കഴിച്ചു എന്ന്? അറിയാമോ? അറിയില്ല. പിന്നെ എന്തിന് കർത്താവ് ചോദിച്ചു നീ എവിടെയെന്ന്? പിന്നെ എന്തിന് ചോദിച്ചു നീ എവിടെയെന്ന്? വീണ്ടും അവിടെ പറയുകയാണ്, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകുകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു.
അപ്പൊ കർത്താവ് വീണ്ടും ചോദിക്കുന്നു, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? ആരാ നിന്റെ അടുത്ത് നീ നഗ്നനെന്ന് പറഞ്ഞത്? അപ്പോ വീണ്ടും ചോദിക്കാം, തിന്നരുതെന്ന് പറഞ്ഞ ഫലം നീ തിന്നു. മനസ്സിലാവുന്നുണ്ടോ? ദൈവം എല്ലാം അറിയുന്നവരാണ് എങ്കിൽ പിന്നെ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം മനസ്സിലാക്കിക്കോ, വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ. ദൈവം എല്ലാം അറിയുന്നവരാണ്. ഹല്ലേലൂയ. പക്ഷെ നീ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞു കേൾക്കുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, അയ്യോ കർത്താവെ പറ്റിപ്പോയി എന്ന് സമ്മതിച്ചതിന്റെ തീരാവുന്ന പ്രശ്നമാണ് നീ തന്ന സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് വലുതാക്കി നമുക്ക് കൂടെ പണി വാങ്ങിച്ചത് ഇരിക്കുന്നത് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? നാം ആയിരിക്കുന്ന അവസ്ഥ, പാപം ചെയ്ത് ഒളിച്ചിരിക്കുന്ന അവസ്ഥ അവന്റെ നാവ് കൊണ്ട് കേൾക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന രോഗം, നീ അനുഭവിക്കുന്ന കഷ്ടത, നീ അനുഭവിക്കുന്ന വ്യാധികൾ, നിന്റെ മനോഭാരം, നിന്റെ കണ്ണുനീരിന്റെ കാരണം ഇത് നിന്റെ നാവ് കൊണ്ട് കേൾക്കുവാനായിട്ട് തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ വന്നു നിൽക്കുന്ന ഇടത്ത് ഒരുത്തൻ കുഷ്ഠരോഗി വന്ന് മുട്ടുമടക്കിയിട്ട് ഇങ്ങനെ പറയും, അല്ലയോ കർത്താവേ, ഞാൻ കുഷ്ഠം ബാധിച്ചവനാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ നിനക്ക് എന്നെ ശുദ്ധമാക്കുവാനായിട്ട് കഴിയും. പറഞ്ഞ മാത്രമേ കർത്താവ് പറഞ്ഞതെന്താണ്? എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. ഹല്ലേലൂയ. കർത്താവിന്റെ പിറകെ ഒരു സ്ത്രീ ഓടി കിറച്ച് ഇങ്ങനെ വിടാതെ ഓടിക്കൊണ്ട് പറയുന്നത്, എന്റെ മകൾക്ക് ഭൂതോപദ്രവം, ഒത്തിരി സഹായിക്കണം. കർത്താവ് നിന്ന് സ്ത്രീയോട് അവരുടെ മകന്റെ ആവശ്യം പറഞ്ഞ് സൗഖ്യം നൽകുന്നുണ്ടോ? യായിറോസ് എന്ന പള്ളി പ്രമാണി വന്ന് കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കി ആവശ്യം പറഞ്ഞു. എന്താണ് ആവശ്യം? എന്റെ മകൾ മരിപ്പാറായി കിടക്കുന്നു. കർത്താവ് അവന്റെ കൂടെ ഭവനത്തിലേക്ക് പോയപ്പോൾ പറയുകയാണ്, കുഞ്ഞ് മരിച്ചുപോയി. കർത്താവ് അവൻ വന്ന് പറഞ്ഞെന്താണ്? മരിപ്പാറായി കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചാണ്. കർത്താവ് എന്ത് ചെയ്തു? അകത്ത് മുറിയിൽ പോയി ആ മകളെ കിടത്തിയിരിക്കുന്ന ഇടത്ത് ആ കുഞ്ഞിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട് അല്ലേ? ഉയർപ്പിച്ചു നൽകുന്നു. ഹല്ലേലൂയ. നിന്റെ അവസ്ഥ നീ ദൈവത്തോട് പറഞ്ഞാൽ, ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. കർത്താവ് ബെഥസ്ദ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനോട് ചോദിക്കുന്നു അല്ലേ? ബെഥസ്ദ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് 38 വർഷങ്ങളായെന്ന് മനസ്സിലാക്കിയിട്ട് അവനോട് സംസാരിക്കുമ്പോൾ അവന്റെ വ്യസനം നിനക്ക് സൗഖ്യമാക്കുവാനായിട്ട് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണ്? അല്ലയോ കർത്താവേ, ഈ കുളം മാത്രമാണ് എൻ്റെ ആശ്രയം. എടുത്തു ചാടി സൗഖ്യം പ്രാപിക്കുവാൻ ആവത് എനിക്കില്ല. പറ്റുന്ന വിധത്തിൽ ഞാനൊന്ന് ശ്രമിക്കുമ്പോൾ എനിക്ക് മുമ്പ് മറ്റാരെങ്കിലും ചാടി സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പോകും. അടുത്തിട്ട് കാത്തിരുന്ന് 38 വർഷം കൊണ്ട് ഞാൻ ഇവിടെ കാത്തു കിടപ്പാണ്. ഇതുവരെ എനിക്ക് സൗഖ്യം വന്നില്ല, ഇതുവരെ എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നിന്റെ കിടക്കെടുത്ത് വീട്ടിൽ പോടാ. അല്ലേ? നിന്റെ ആവതില്ലാത്ത അവസ്ഥ, നിന്നെ കൊണ്ട് കഴിയാത്തത്, നിന്റെ ഭാരം, നിന്റെ വേദന, ഞാൻ പറഞ്ഞില്ലേ, എന്തോ ആയിക്കോട്ടെ, നിന്റെ നാവ് കൊണ്ട് കേൾക്കുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നീ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ഭാരങ്ങളെ, നിന്റെ വേദനകളെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുവാൻ, പറയുവാൻ സമയം കണ്ടെത്തണം. നാവ് ചലിപ്പിക്കണം. ഹല്ലേലൂയ. നാവ് അതരം ചലിപ്പിക്കണം. കേട്ടോ? എന്തോ എടുത്ത് കഴിച്ച് ഇങ്ങനെ വിഴുങ്ങി വെച്ചോണ്ടിരിക്കുന്നതൊക്കെ ഇരിക്കരുത്. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. അതരം തുറന്ന് ദൈവത്തിന്റെ മഹത്വം കരയറ്റണം. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു തരാം. എരിഹോ മതിലിന്റെ മുമ്പിലാണ് ഇപ്പോൾ ഇസ്രായേൽ ജനം. മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്നു. എരിഹോ മതിലിന്റെ മുമ്പിൽ യോശുവയാണ് ഇപ്പോൾ നടത്തുന്നത്. മോശ അരിച്ചു. എരിഹോ മതിലിൽ വലിയൊരു പട്ടണത്തിന്റെ കോട്ട കണക്ക് ഇങ്ങനെ ഒരു മതിൽ, അത് തകർത്താണ് അല്ലെങ്കിൽ അതിനെ കടന്നാണ് അകത്തേക്ക് പ്രവേശിച്ച് ഇവർ മുമ്പോട്ട് പോകേണ്ടത്. ദൈവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോകുന്നിടത്തൊക്കെയും ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മുമ്പായി നടക്കും, അല്ലെ? നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളല്ല, ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത വാഗ്ദത്തമാണ്. ഇസ്രായേൽ മക്കളല്ല, യഹോവയാണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? യുദ്ധം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, അവർ അവിടെ എത്തി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോ
സംഭവിച്ചത് അവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണത്? അവർ ദൈവസന്നിധിയിൽ വിധേയപ്പെട്ടുകൊണ്ട് കർത്താവിൽ സമർപ്പിച്ചും ആശ്രയിച്ചും കൊണ്ട് 7 ദിവസം ഓരോ തവണയും 7-ാം ദിവസം 7 പ്രാവശ്യവും ഇങ്ങനെ പട്ടണത്തിന്റെ ആ കോട്ട മതിലിനെ ചുറ്റി ദൈവത്തിന് ഉച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ, അല്ലേ? ആർപ്പിട്ടപ്പോൾ, ആർപ്പിടുക എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ സ്തുതിച്ചു എന്നാണ്. ഉച്ചത്തിൽ നമ്മളെ ഹോശന്ന സംബന്ധിച്ചൊക്കെ പറയുന്നത്, അല്ലേ? എന്താണ് ഹോശന്ന എന്നവർ ആർത്തു വിളിച്ചു എന്ന് പറയുന്നത്? ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നവരിങ്ങനെ അല്ലറി വിളിച്ച് പറയുകയാണ്. അത് കണക്ക് ഇവരെ എന്ത് ചെയ്യുന്നു? നിലവിളിക്കുന്നു, ആർപ്പിടുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ചെറുവിരൽ പോലും അനക്കിയില്ല. മതിൽ തകർന്നു വീണു. എരിഹോ മതിൽ എന്ത് ചെയ്തു? തകർന്നു വീണു. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ അതരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, ദൈവം തൻ്റെ മക്കൾക്ക് എന്ത് കൊടുക്കുന്നു? കൽപ്പന കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നതനുസരിച്ച് ജീവിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അങ്ങനെ ചെയ്തില്ല എങ്കിൽ, അനുസരണക്കേട് കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ശിക്ഷണം കൊടുക്കും, അല്ലേ? ശിക്ഷണം കൊടുക്കും. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മക്കൾ ചെയ്യുന്ന തെറ്റിന് നമ്മൾ അതിനൊത്ത എന്ത് കൊടുക്കും? ശിക്ഷണം കൊടുക്കും. അതേസമയം നമ്മളായിരിക്കുന്ന ഇടത്തും നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്ന രാജ്യത്തും ഇതുപോലെ ഒത്തിരി നിയമങ്ങളുണ്ട്. അത് നമ്മൾ പാലിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. ഓരോ രാജ്യത്തിലെ പ്രജകളും അല്ലെങ്കിൽ ഓരോ രാജ്യത്തിലെ പൗരന്മാരും ആ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥിതിയോട്, നിയമങ്ങളോട് ഏറെ ബഹുമാനം കാണിച്ച് അത് പാലിക്കണം. അതാണ് നിയമം. അത് ലംഘിച്ചാൽ എന്ത് ചെയ്യും? ചെറിയൊരു ചുള്ളിയെടുത്ത് അടി തന്നിട്ട് ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് പോവും. ഇല്ല. എന്ത് ചെയ്യും? ചെയ്ത ശിക്ഷയുടെ വലിപ്പവും കാര്യങ്ങളും ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വിധിക്കും. ഇന്നതാണ് ശിക്ഷ, അല്ലേ? ആണോ? അല്ലേ? ആണ്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, തമ്പുരാൻ സർവശക്തനായ ദൈവം മക്കളാകുന്ന നമ്മിലും ആഗ്രഹിക്കുന്നത് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് ഒരു വലിയ ജനസമൂഹമായി മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ മക്കൾക്ക് ദൈവം മോശയിലൂടെ കൽപ്പനകൾ നൽകിയത്. ഹല്ലേലൂയ. മനസ്സിലാവുണ്ടോ? എന്തിനാണ് കൽപ്പന നൽകിയത്? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആര് വസിക്കണം, അല്ലെങ്കിൽ ആര് ജീവിക്കണം? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരു പിടുത്തവുമില്ല. എങ്കിൽ നിങ്ങളത് മറുപടി പറയില്ലായിരുന്നോ? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവജനം ജീവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തത്? കൽപ്പന കൊടുത്തത്. 20-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം കൊടുക്കുന്ന കൽപ്പനകൾ വ്യക്തമായിട്ട് നമുക്ക് പറയുന്നുണ്ട്. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അടിമവീടായ മിസ്രൈമിൽ ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടായിരിക്കരുത്. ഹല്ലേലൂയ. 20-ാമത്തെ അധ്യായം തുറന്നു വെച്ചോളേ. 20-ാമത്തെ അധ്യായം. എത്രാമത്തെ അധ്യായം? 20-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. എന്തുണ്ടാകരുത്? നമ്മുടെ മുമ്പിൽ എന്തുണ്ടാകരുത്? അന്യദൈവങ്ങൾ ഉണ്ടാകരുത്, ഉണ്ടാക്കുകയും വരുത്. അടുത്ത 4-ാം വാക്യത്തിൽ പറയുന്നു, നീ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. അപ്പൊ മുമ്പിൽ ഒരു വിഗ്രഹം ഉണ്ടാകരുത്, നീ ഉണ്ടാക്കിയരുത്. എന്താണ് പറയുന്നത്? 4-ാമത്തെ വാക്യത്തിൽ, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. ഹല്ലേലൂയ. ഒന്നിന്റെയും രൂപമുണ്ടാക്കി അതിനെ ദൈവമെന്ന് പറഞ്ഞ്
വണങ്ങരുത്. അതായത് കർത്താവ് ആഗ്രഹിക്കുന്നത് അടിമ വീടായ മിസ്രൈം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, നീ വിഗ്രഹത്തെ ഉണ്ടാക്കുകയും അരുത്, അതിനെന്ത് ചെയ്യരുത്, കുമ്പിടുകയും അതായത് നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത്. 5-ാമത്തെ വാക്യം, അവയെ ഉണ്ടാക്കരുത്, നിനക്കത് ഉണ്ടാകരുത്, അതിനെ നമസ്കരിക്കരുത്, അതിനെ കുമ്പിടരുത്. 10 കൽപ്പനകളാണ്. അറിയാമോ എന്തോ? അടുത്ത ആരാധനയിലെ പിള്ളേർ അപ്പോസ്തല പ്രവൃത്തികൾ അപ്പോസ്തല വിശ്വാസപ്രമാണ് എഴുതിച്ചതുപോലെ നീ കൽപ്പനകളോടെ എഴുതിച്ചു പോകുന്നു. അവസ്ഥ ഇതാണ് അവസ്ഥ. പിള്ളേരെ ഇറക്കുറക്കെ എഴുതിത്തന്നെ കേട്ടോ. ഞായറാഴ്ച കൊള്ളാം, ഇവിടുത്തെമാര് പിടിക്കുകയൊക്കെ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത്, ഒന്നും ഉണ്ടാക്കരുത്, നിനക്കുണ്ടാകുകയും വരുത്, അതിനെ കുമ്പിടരുത്, അതിനെ നമസ്കരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹം ഉണ്ടോ? നമ്മുടെ ജീവിതങ്ങളിൽ വിഗ്രഹമുണ്ടോ? നിങ്ങൾ വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഗ്രഹം ഉണ്ടോ? അതിന് നിങ്ങൾ കുമ്പിട്ടോ? അതിനെ നിങ്ങൾ നമസ്കരിച്ചോ? ഉണ്ടായില്ലേ? ഇവിടെ പറയാം. ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിക്കും. ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതെന്ത് എന്ന് വീണ്ടും ചോദിക്കും. അതാണ് പ്രശ്നമില്ല. കുഴപ്പിച്ച് കളയുന്നല്ലോ. വിഗ്രഹമുണ്ടോ ഇല്ലയോ? ദൈവം എന്താണ് പറയുന്നത്? മിസ്രൈം അടിമ വീട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനാണ് നിന്റെ ദൈവം. അതിനെ കവിഞ്ഞ് നീ എന്തെങ്കിലും ഉണ്ടാക്കിയോ, നിനക്ക് എന്തെങ്കിലും ഉണ്ടാവുകയോ, അതിനെ നീ കുമ്പിടുകയോ, അതിനെ നീ നമസ്കരിക്കുകയോ ചെയ്താൽ അതാണ് വിഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കിക്കൊള്ളുക, ദൈവത്തെ കവിഞ്ഞ് നീ എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുവോ അതെല്ലാം വിഗ്രഹം. ഹല്ലേലൂയ. എന്റെ കൊച്ചമ്മ ഇരുന്നുകൊണ്ട് ഞാൻ പറയാം, ഭാര്യയ്ക്ക് ദൈവത്തിന്റെ പ്രാധാന്യം കൊടുത്താൽ അത് വിഗ്രഹമായി തീരുമാനിക്കും. തീരും തീർച്ചയായിട്ടും. ഭർത്താവിന് ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതും വിഗ്രഹമായി തീരുന്നു. സമ്പത്ത് മക്കൾ അതാണ് തമ്പുരാൻ പറഞ്ഞത്. ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാനായി രചിച്ചാൽ തന്നെ താൻ ത്യജിച്ച് അല്ലെങ്കിൽ തന്നെ താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്നെ പ്രതി ഈ ഭൂമിയിൽ നിങ്ങൾ അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ വിട്ടുപിരിയേണ്ടി വന്നാൽ, പ്രിയമുള്ളവരെ, അത് പല മടങ്ങായിട്ട് ഈ ഭൂമിയിൽ തമ്പുരാൻ ഈ ഭൂമിയിൽ തന്നെ തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തെ പ്രതി നീ എന്തൊക്കെ ത്യജിക്കുന്നുവോ, എന്തൊക്കെ വേണ്ടാന്ന് വയ്ക്കുന്നുവോ, അതിന്റെ നന്മ നിനക്ക് ദൈവം നൽകും, തീർച്ചയാണ്. അതേസമയം ദൈവത്തെക്കാൾ നീ എന്തൊക്കെ പ്രാധാന്യം നൽകുന്നുവോ അത് വിഗ്രഹമായി പോയി കുമ്പിടണമെന്നില്ല കേട്ടോ. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇടത്തെ കാണിക്കയിട്ട് കുമ്പിട്ട് മെഴുകുതിരി എത്തിക്കണമെന്നോ അല്ലെങ്കിൽ എന്താണ് മറ്റേ ഈ വഴിപാട് കഴിക്കണമെന്നോ ഒന്നുമില്ല. ഇങ്ങനെ ഹൃദയത്തിലുണ്ടായാൽ മതി. പ്രിയമുള്ളവരെ, എന്തുണ്ടാകരുത്? ദൈവത്തിന്റെ മക്കൾക്ക് വിഗ്രഹം ഉണ്ടാകരുത്. വീണ്ടും നമുക്ക് മുമ്പോട്ട് പോകാം. നിന്റെ ദൈവമായ യഹോവയെ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവം ആകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പകയ്ക്കുക, ദൈവത്തെ തള്ളിക്കളഞ്ഞാൽ, ദൈവത്തെ ഉപേക്ഷിച്ചാൽ, മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെ ഇങ്ങനെ നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൈവത്തെ മറന്ന് മറ്റത് പലതിനും മതിമറന്ന് ജീവിച്ചാൽ എത്ര തലമുറ വരെ അവന്റെ അകൃത്യം? 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ അവരുടെ മക്കളുടെ മേലെ ആ അകൃത്യത്തെ സന്ദർശിക്കും. ഇതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്നത് തല മറന്ന് എന്ത് ചെയ്യരുത്,
എണ്ണ തേക്കരുത്. എന്താണ് അതിന്റെ കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പെട്ടെന്ന് ഓർമ്മകൊള്ളുക. ദൈവത്തെ മറന്ന് ഈ ലോകത്തെ ആശ്രയിച്ച് ജീവിതം നയിക്കുന്നവനെ, ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിക്കുന്നവനെ ദൈവം സന്ദർശിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവനെയും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനെയും ദൈവം സന്ദർശിക്കും. വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ദൈവത്തെ പകയ്ക്കുന്നവനെ 3-4 തലമുറ വരെ അവന്റെ അകൃത്യം സന്ദർശിച്ചുകൊണ്ടേയിരിക്കും. ഗതി പിടിക്കാതെ പോകും, ദോഷങ്ങൾ ഉണ്ടാകും, അനിഷ്ടങ്ങൾ സംഭവിക്കും, എഴുന്നേറ്റ് വരുവാൻ കഴിയാത്ത വിധം അവരുടെ വളർച്ച മുരടിച്ചു പോകും. മനസ്സിലാകുന്നുണ്ടോ? അതേസമയം ദൈവത്തെ പ്രതി അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനെ സ്നേഹിച്ച് അവന്റെ വഴികളിൽ അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ 1000 തലമുറ വരെ എന്ത് കാണിക്കും? ദയ കാണിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മോട് പിണങ്ങുന്ന, നമ്മെ പകയ്ക്കുന്നവരോട് നമ്മളെ വിദ്വേഷം വെച്ച് പുലർത്താറുണ്ട്, പക വെച്ച് പുലർത്താറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? നമുക്കെതിരെ നിൽക്കുന്നവരോട് പിന്നെ നമ്മളെ മിണ്ടത്തില്ല. ആ ഒരു വ്യക്തിയോടാണോ മിണ്ടാത്തത്? ഇല്ല. ആ കുടുംബത്തിലുള്ളവരോട് ചിലപ്പോൾ നമ്മൾ മിണ്ടത്തില്ല. വീട്ടിൽ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു വിടുകയും ഇന്നതുപോലെ ഞങ്ങളുടെ അടുത്ത് കാണിച്ചവനാണ് അല്ലെങ്കിൽ കാണിച്ചവളാണ് നിങ്ങൾ, അതുകൊണ്ട് ആ കുടുംബത്തിലുള്ളവരോടും എന്ത് ചെയ്യരുത്? മിണ്ടരുത്, ബന്ധം പാടില്ല. കേട്ടോ? ഇങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയല്ലേ? ആണ്, അങ്ങനെയാണ്. ശേഷം നമ്മുടെ മക്കളും നാമുമായിട്ട് വിദ്വേഷമുള്ളവരെ നമ്മളെങ്ങനെ നോക്കിക്കാണും? നമ്മുടെ മക്കളും നമ്മൾ നോക്കിയ കണ്ടുകൊണ്ടേ കാണത്തുള്ളൂ. ആ പകയും ആ വിദ്വേഷവും വച്ചു പുലർത്തിക്കൊണ്ടേയിരിക്കും, അല്ലേ? അതെങ്ങനെ തലമുറകളിലേക്ക് കൈമാറും. നമ്മളെ BPS ജയ് വിളിക്കുന്നത് പോലെ തലമുറ കൈമാറി ഈ പകയും വിദ്വേഷവും അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെ പലപ്പോഴും പഠിപ്പിക്കുന്നതും വളർത്തുന്നതും. ചിന്തിച്ചു നോക്ക്. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് വളർന്നിട്ട്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ വിധിക്കപ്പെടും. ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് കേൾക്കാത്തത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വല്ല കാരണവും ജീവിതത്തിലുണ്ടോ എന്ന് കൂടെ ചിന്തിക്കുക. മനസ്സിലാകുന്നുണ്ടോ? വിദ്വേഷങ്ങളും പകകളും ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തെ പകയ്ക്കുക മാത്രമല്ല, മനുഷ്യനെ പകയ്ക്കുന്നത് പോലും ദൈവസന്നിധിയിൽ കൃത്യമായി ദൈവം കണക്കിടും. പ്രിയമുള്ളവരെ, കാരണം ദൈവം തന്റെ സാദൃശ്യത്തിലും രൂപത്തിലും തന്നെത്താൻ അല്പം മാത്രം കാട്ടിയാണ് സകല മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആരും ഒന്നിനൊന്ന് മുന്നിലോ പിന്നിലോ അല്ല, എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ തുല്യരാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു ആത്മാവിന്റെ മാനസാന്തരത്തിലും സ്വർഗ്ഗം എന്ത് ചെയ്യുന്നത്? സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. 99 നീതിമാന്മാരുള്ളപ്പോഴും ഒന്ന് കാണാതെ പോയ ആ പാപിയെ അന്വേഷിച്ച് തമ്പുരാൻ പോകുന്നതിന് കാരണം അതാണ്. എല്ലാവരും തമ്പുരാന്റെ മുമ്പിൽ തുല്യരാണ്. നമ്മളാണ് പോയവൻ പോട്ടെ, വരണവൻ വരട്ടെ എന്ന് പറയുന്നത്. തമ്പുരാൻ തെറ്റിപ്പോയ ഒന്നിനെയും അന്വേഷിച്ചു വരുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തമായി മനസ്സിലാക്കുക. ഒന്ന്, മുമ്പിൽ നമുക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, വിഗ്രഹങ്ങൾ ഉണ്ടാകരുത്. ദൈവത്തെക്കാൾ നമ്മൾ എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുവോ, അത് തൊഴിലാകട്ടെ, സമ്പത്താകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ബന്ധങ്ങളാകട്ടെ, എന്തു തന്നെ ഈ ലോകത്തിലുള്ളതായാലും, അത് ഭൗതികമായ എന്ത് അനുഭവങ്ങളായാലും, അത് നിന്റെ ജീവിതത്തിൽ ഒരു വിഗ്രഹമായി തീരും. ശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നീ അപ്രകാരം ദൈവത്തെ പകച്ചത് കൊണ്ട്, നീ ദൈവത്തെ മറന്നത് കൊണ്ട്, ആ അകത്യം നിന്റെ മേൽ മാത്രമല്ല, നീ ചെയ്ത പാപം നിന്റെ തലമുറ, അടുത്ത തലമുറ, അതിന്റെയും അടുത്ത തലമുറ, 4ാം തലമുറയോളം വന്നെത്തി നിൽക്കും. ഹല്ലേലൂയ. മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്തു വച്ചിട്ട് പോകുന്നതിന്റെ ബാക്കി അനുഭവിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ഒരു തലമുറ ഉണ്ട് എന്ന ചിന്തയോടെ ചെയ്യുന്നതൊക്കെ എന്താണ്, എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് നോക്കി കണ്ടുമൊക്കെ ചെയ്യണം. നോക്കി കണ്ടുമൊക്കെ പ്രവർത്തിക്കണം. ദൈവസന്നിധിയില് അകൃത്യമായി തീരുന്നതൊക്കെയും തലമുറകളെയാണ് ദൈവം സന്ദർശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാളുകളിൽ ഇതിന് പ്രത്യേകമായ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ഒരു ശുദ്ധീകരണ കൂട്ടായ്മ ക്രമപ്പെടുത്തിയത്. പിതാക്കന്മാരുടെ അറിവില്ലായ്മയിലൂടെ കടന്നുകൂടിയ പാപം, അകൃത്യം, അത് നമ്മുടെ മേലെ ശാപമായും പാപമായും അകൃത്യമായും ഒക്കെ
കുടികൊള്ളുമ്പോൾ നിൽക്കുമ്പോൾ ആ ഭാരം കൊണ്ട്, ആ പാപത്തിന്റെ കാഠിന്യം കൊണ്ട് ഒന്നെഴുന്നേറ്റ് വളർന്ന് ശോഭിക്കുവാൻ കഴിയാതെ വണ്ണം പല കുടുംബങ്ങളും, ദേശത്തെ പല കുടുംബങ്ങളും ഒത്തിരിയായിട്ട് ഞെരുങ്ങുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അതിൽ നിന്നൊരു മോചനം സർവശക്തനായ ദൈവത്തിലൂടെ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എവിടെയൊക്കെ ഓടിയിട്ടും കാര്യമില്ല, എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. തമ്പുരാന്റെ മുമ്പിൽ ആരോടാണോ തെറ്റ് ചെയ്ത് അവനോട് അതേറ്റു പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചെയ്തത് മനുഷ്യനോട് ചിലപ്പോ മുഖം കറുത്ത് പറഞ്ഞതാകാം. അറിയാലോ, സിറ്റുവേഷനും കാര്യങ്ങളും ഇവിടുത്തെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. മനുഷ്യരോട് ചെയ്തതെന്ന് നിങ്ങൾ ധരിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ഇടം ദൈവം തിരഞ്ഞെടുത്ത ഇടമാണ്, പരിശുദ്ധ ആലയമാണ്, ദൈവത്തിന്റെ സാന്നിധ്യം കുടികൊള്ളുന്ന ഇടമാണ്. അവിടുന്ന് നമ്മുടെ നിലവിളി കേൾക്കുവാൻ, നമ്മുടെ അവസ്ഥകൾ കാണുവാൻ താണിറങ്ങി വരുന്ന ഇടമാണ്. ഇവിടെ നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിയും വ്യക്തമായി കർത്താവ് അതിനെ പഠിച്ചു വച്ചിട്ടുണ്ട്, മനസ്സിലാക്കി വച്ചിട്ടുണ്ട്. ചെയ്തത് തിന്മയാണോ തെറ്റാണോ അത് അകൃത്യമായി തുടരും. പക്ഷേ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ഉപേക്ഷിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ ആ ദൈവം അനുദപിക്കും. വരുത്തുമെന്ന് പറഞ്ഞ ദോഷത്തെ ഓർത്ത് ദൈവം അനുദപിച്ച് അതിൽ നിന്ന് നീക്കുവാക്ക് നൽകും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസമുണ്ടോ? അങ്ങനെ വിശ്വാസമുണ്ടോ? യോനായോട് ദൈവം പറഞ്ഞു, നീ നിനവയിലേക്ക് പോകണം. നിനവയിലേക്ക് പോയിട്ട് നിനവയ്ക്കെതിരെ പ്രസംഗിക്കണം. അശ്ശൂർ എന്ന സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് നിനവെ. ദൈവത്തിൽ നകർന്ന, ദൈവത്തെ അറിയാതെ മ്ലേച്ഛത പ്രവർത്തിച്ച് ജീവിക്കുന്ന ദൈവജനമല്ലാത്ത അന്യജാതിക്കാർ, അന്യദൈവന്മാരുള്ളവർ അവിടെ പോയിട്ട് അവരുടെ പാപം ദൈവസന്നിധിയിൽ വളരെ വലുതായതുകൊണ്ട് ദൈവം യോനായോട് പറഞ്ഞു, നീ പോയി അവിടെ പ്രസംഗിക്കണം. യോന ആദ്യം പോയില്ല അല്ലേ? പിന്നെ മീനെടുത്ത് തിന്നിട്ട് കരയ്ക്ക് കൊണ്ടൊക്കെ ഇടുന്ന കാര്യം, മീൻ വിഴുങ്ങി, മഹാമത്സ്യം വിഴുങ്ങി കരയ്ക്ക് ഛർദ്ദിച്ച സംഭവമൊക്കെ നമുക്കറിയാം. ശേഷം ഈ യോന ദൈവം പറഞ്ഞതുപോലെ എന്ത് ചെയ്യും? പ്രസംഗിക്കും. ഇതാ ഈ പട്ടണത്തെ ദൈവം നശിപ്പിക്കുവാനായിട്ട് പോകുന്നു. ഇത് കേട്ട ഉടനെ നിലവേക്കാരെല്ലാം എന്ത് ചെയ്തു? കിട്ടിയ ചാക്കിലും സഞ്ചിയിലും ഒക്കെ ഉള്ളതെല്ലാം വാരി പറക്കി നിലവയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയാണോ? അല്ല. അവർ അവരുടെ നല്ല വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് രട്ടുടുത്ത് ചാരത്തിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോന ആ നിലവെ പട്ടണം മുഴുവൻ പ്രസംഗിച്ചിട്ട് 4 ദിവസം വഴി നടന്ന് 4 ആണോ 3 തിരുത്തി തന്നെ പോവാം, തെറ്റിക്കണ്ട. എന്തായാലും 4 അല്ലെങ്കിൽ 3 ദിവസം വഴി നടന്ന് സഞ്ചരിച്ചാൽ മാത്രം തീരും വിധം വലിയൊരു മഹാപട്ടണം. ആ പട്ടണത്തിൽ സഞ്ചരിച്ച് ആ പട്ടണത്തിൽ എല്ലായിടത്തും നടന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് വിളിച്ചു പറഞ്ഞത്? ഇതാ ഈ പട്ടണത്തെ ദൈവം നശിപ്പിക്കുവാനായിട്ട് പോകുന്നു. 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു ഈ നിലവെ പട്ടണം. യോനായുടെ പുസ്തകം 3 അതിന്റെ 3-ാമത്തെ വാക്യം. നിലവെ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. അവിടെ വസിച്ചവരെല്ലാം ഈ പ്രസംഗം കേട്ടിട്ട് എന്ത് ചെയ്തു? ദൈവസന്നിധി വിനയപ്പെട്ടു. ദൈവം എന്താണ് പറഞ്ഞത്? ഇതാ നശിപ്പിക്കുവാനായിട്ട് പോകുന്നു. ഇതാ ഈ പട്ടണത്തെ മുഴുവനായിട്ട് നശിപ്പിക്കുവാനായിട്ട് പോകുന്നു. സംഭവിച്ചതെന്താണ്? ഇവരുടെ രാജാവ് ഉൾപ്പെടെ എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിച്ച് ദൈവത്തോട് കരഞ്ഞതുകൊണ്ട്, പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ ആ അനർത്ഥത്തെ ഓർത്ത് ദൈവം അനുദപിച്ചു. അത് വരുത്തിയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോന 3:10 വാക്യം. ദൈവം അവരുടെ പ്രവൃത്തികളാൽ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു. അത് അവർക്ക് വരുത്തിയില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പിതാക്കന്മാരിലൂടെ പൂർവികരിലൂടെ വന്നുകൂടി നമ്മുടെ തലമേൽ നിൽക്കുന്ന ശാപങ്ങൾ, പാപങ്ങൾ, അകൃത്യങ്ങൾ, നമ്മുടെ അറിവ് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നാം കാരണമുണ്ടായിട്ടുള്ള പാപങ്ങൾ, അകൃത്യങ്ങൾ, അതുമുഖാന്തരമുള്ള ശാപങ്ങൾ, അത് തലമേൽ ചുമന്നുകൊണ്ട് നടക്കുവാൻ അല്ല ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന
സന്നിധിയിൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ തങ്കച്ചോര കൊണ്ട്, ആ പരിശുദ്ധ ചോര കൊണ്ട് ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് നിലവിളിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് അടുത്തു വന്നാൽ ആ ദൈവം നമ്മോട് അടുത്തു വരും. ഹല്ലേലൂയ. നമുക്ക് വരുത്തുമെന്നും നമുക്ക് ഉയർച്ച തരാതെ ഞെരുക്കുമെന്നും പറഞ്ഞ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന നമ്മുടെ പാപം കാരണം പിശാച് കയറി കുടിയിരുന്ന് നശിപ്പിക്കുവാൻ ഞെരുക്കി വച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നമ്മെ കുറിച്ച് തമ്പുരാന്റെ പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിലേക്കുള്ളതല്ല, അത് ക്ഷേമത്തിലേക്കുള്ള, നന്മയിലേക്കുള്ള വഴിയാണ്, പദ്ധതിയാണ്. ദൈവത്തിന്റെ ദിവ്യമായ ശബ്ദം അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, വചനമനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് മുൻപോട്ട് പോകാം. 7-ാമത്തെ വാക്യം, പുറപ്പാട് 20:7. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ എന്ത് ചെയ്യുക? വിടുകയില്ലെന്നാണ്. യഹോവയുടെ നാമം എന്ത് ചെയ്യരുത്? വൃഥാ എടുക്കരുത്. ആണ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിന്റെ നാമം ഉപയോഗിക്കാറുണ്ട്, അല്ലേ? ദൈവനാമത്തിൽ നമ്മൾ വാഗ്ദത്തങ്ങൾ ചെയ്യാറുണ്ട്, പാലിക്കാറില്ല, ഇല്ലേ? ഇതൊക്കെ ദൈവനാമത്തെ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നതെല്ലാം നമുക്ക് ദോഷമായിട്ടേ തീരത്തുള്ളൂ. രാജേശ്വര നാമം പോലെ അല്ല. എന്റെ പേരിൽ നിങ്ങൾ എന്തോ പറഞ്ഞു, കുഴപ്പമില്ല, അല്ലെ? നമ്മുടെ നാമം പോലെ അല്ല. നിന്റെ നാമത്തിൽ, എന്റെ പേരിൽ ഒരുത്തൻ ഇല്ലാത്തത് പറഞ്ഞ എനിക്ക് വേദനിക്കുവോ? അതെന്നോടല്ലേ ചോദിക്കാതെ, അല്ലെ? എനിക്ക് വേദനിക്കും കേട്ടോ. നിങ്ങളോട് ചോദിക്കുക. നിങ്ങളുടെ പേരില് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഇന്ന ആള് എന്നുള്ള രീതിയിൽ പറയുമ്പോ അത് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ വേദനിക്കത്തില്ലേ? ചോദിക്കത്തില്ലേ? ഈ നമ്മുടെയൊക്കെ നാമം എന്തിരിക്കുന്ന ദൈവത്തിന്റെ നാമമായിട്ട് തുലനം ചെയ്യണം. ഒന്ന് ത്രാസം വെച്ച് തൂക്കാൻ പോലും ഇല്ലാന്നേ. മനസ്സിലാക്കിക്കോ. അതിമഹത്തായ നാമം, അതിശ്രേഷ്ഠമായ നാമം. എല്ലാ മുഴങ്ങാലും ആ നാമത്തെ പ്രതി അവന്റെ മുമ്പിൽ മടങ്ങുമെന്നാണ്. ഹല്ലേലൂയ. എന്റെ പേര് കേൾക്കുമ്പോ ആരാണ് വിനയപ്പെടുന്നത്? നമ്മുടെ പേര് കേൾക്കുമ്പോ ആരാണ് തലകുനിക്കുന്നത്? ആര്? പിള്ളേർ പോലും വന്നോ. ആർക്കാണ് പേടി? ആർക്കാണ് ഭയം? പക്ഷേ അത്തരത്തിലൊരു നാമമല്ല ദൈവത്തിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മനസ്സിലാക്കിക്കൊള്ളുക. ആവശ്യമില്ലാതെ ദൈവത്തിന്റെ നാമത്തെ പ്രതി വല്ലതുമൊക്കെ വിളിച്ച് പറയരുത്. നാവിനെ സൂക്ഷിച്ചോളണം. നാവാണ് കുഴപ്പക്കാരൻ. നമ്മൾ വരുന്ന ദിവസത്തിൽ ധ്യാനിക്കും. നാവിനെ കുറിച്ച് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ധ്യാനിക്കും. നാവ് ശുദ്ധിയായാൽ 99% നമ്മളെല്ലാം ക്ലിയർ ആവും. നമ്മുടെ ജീവിതമൊക്കെ അനുഗ്രഹമാവും. ഹല്ലേലൂയ. അതാണ് ഞാൻ ആദ്യവും പറഞ്ഞത്. നാവിന്റെ ആ ബന്ധനം അഴിഞ്ഞ് നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത്. ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. ഹല്ലേലൂയ. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. 8-ാം വാക്യം. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 6 ദിവസം നീ അധ്വാനിച്ചോ. ശബത്ത് നാളിനെ അല്ലെങ്കിൽ 7-ാം ദിവസത്തെ വിശുദ്ധ ദിവസത്തെ എന്ത് ചെയ്യണം? സ്വസ്ഥമായിട്ടിരിക്കണം. നിനക്ക് നിന്റെ അധ്വാനത്തിൽ മുഴുകുവാനും അതിനെക്കുറിച്ച് ആവലാതിപ്പെടാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ 6 ദിവസം തമ്പുരാൻ വച്ചിട്ടുണ്ട്. 7-ാം ദിവസം നീ സ്വസ്ഥമായിരിക്കും, റിലാക്സ് ആയിട്ടിരിക്കും, ടെൻഷൻ അടിക്കാതിരിക്കും, ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് തമ്പുരാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആധുനിക കാലത്ത് നമ്മളിങ്ങനെ ഈ ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബങ്ങളിലൊക്കെ ജീവിച്ച് ഈ മാനസിക സമ്മർദ്ദങ്ങളും മറ്റുമൊക്കെ കൂടി വരുന്നത് കൊണ്ട് മനഃശാസ്ത്രജ്ഞന്മാർ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒഴിവ് സമയങ്ങള് വല്ല ബീച്ചിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ
ഫാമിലി ആയിട്ട് ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇങ്ങനെ ഫാമിലി ആയിട്ട് എന്ത് ചെയ്യണം? പോയിരുന്ന് സമയമൊക്കെ ചിലവഴിക്കണം. അപ്പൊ നിങ്ങളുടെ ഈ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറയും. അതായത് ഇത്തിരി ഫ്രീ ആകും എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. മനസ്സിലായോ? തമ്പുരാൻ പണ്ടേ പറഞ്ഞ കാര്യമാണ്. നീ ഓടുന്നതും പ്രവർത്തിക്കുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ 6 ദിവസം മതി. 7-ാം ദിവസം നീ സ്വസ്ഥമായിട്ടിരി. ഒരിട തിരി. എന്തിനീ ഓട്ടം? എന്തിനീ നെട്ടോട്ടം? മനസ്സിലാവുണ്ടോ? അന്നത്തെ ഫ്രീ ആകുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, സ്വസ്ഥമായിട്ടിരിക്കുക. രാവും പകലുമില്ലാതെ അധ്വാനിച്ച് ഒരു കൂട്ടുന്നതൊക്കെ ആർക്കു വേണ്ടി? ആർക്കറിയാം? മനോഹരമായ ഒരു കഥ കർത്താവ് പറഞ്ഞില്ലേ? ഒരു മനുഷ്യൻ വലിയ വിശാലമായിട്ടുള്ള വയലുണ്ടായിരുന്നു. കൊയ്യാൻ സമയമായപ്പോൾ അയാൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഇവിടെ ഇത്ര ഏക്കർ, അവിടെ ഇത്ര ഏക്കർ, ഇവിടെ ഇത്ര സെന്റ്, എല്ലാം കൂടെ എന്താണ് കൊയ്ത് മതിച്ച് കൊണ്ട് ശേഖരിച്ച് വയ്ക്കാനായിട്ട് ഇപ്പോഴുള്ള കളപ്പുര തികയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? 6 ദിവസം കൊണ്ട് പണി ചെയ്തിട്ട് 7-ാം ദിവസം കളപ്പുര വേണ്ട. സ്വസ്ഥമായിട്ടിരിക്കാനായിട്ട് അറിഞ്ഞുകൂടാണ് കേട്ടോ. വിശാലമാക്കാനായിട്ട് ശ്രമിച്ചു. കളപ്പുരയൊക്കെ വലുതാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ തട്ടിക്കൂട്ടി. കണ്ടപ്പോഴേ സന്തോഷം. ഇനി ഇതിന്റെ പുറത്തോട്ട് കയറിയിരിക്കുക, വിശക്കുമ്പോൾ ആര് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അല്ലേ? വേറെ ഒന്നുമില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് ഒരു ജനറേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാശ് വേണം, തിന്നണം, കുടിക്കണം, ആനന്ദിക്കണം. വേറെ ഒരു ചിന്തയില്ല. അതുകൊണ്ട് അതിനുവേണ്ടി അവർ എന്തും ചെയ്യുവാനായിട്ട് തുനിയുന്നു. ആനന്ദത്തിന് വേണ്ടി, അല്ലേ? തിന്നണം, കുടിക്കണം, ആനന്ദിക്കണം. ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന, അപ്പനെ കുറിച്ച് ചിന്തിക്കുക, അമ്മയെ കുറിച്ച് ചിന്തിക്കുക, സഹോദരങ്ങളെ കുറിച്ച് ചിന്തയില്ല, പ്രിയപ്പെട്ടവരെ കുറിച്ച് ചിന്തയില്ല, ദൈവത്തെ കുറിച്ച് ഓർമ്മിക്കുന്നതേ ഇല്ല. അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി, മാനസിക സന്തോഷത്തിന് വേണ്ടി എന്ത് തോന്നിയാസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തമ്പുരാൻ പറയുന്നത്, നീ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ശരി. ഇങ്ങോട്ട് ഞാൻ വിളിച്ചാൽ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകും? ഹല്ലേലൂയ. നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ നീ ഉണ്ടാക്കി വെച്ചതൊക്കെ ആർക്കും? നീ നേടിയ ജ്ഞാനമൊക്കെ ആർക്കാകും? നീ നേടിയ സമ്പത്തൊക്കെ ആർക്കാകും? നീ നേടിയ വിദ്യാഭ്യാസം ആർക്കാകും? ഹല്ലേലൂയ. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. കർത്താവ് എത്ര ദിവസം കൊണ്ട് സൃഷ്ടി കർമ്മം നിർവഹിച്ചു? എല്ലാത്തിനും സൃഷ്ടിച്ചു. എത്ര ദിവസം കൊണ്ട് സൃഷ്ടിച്ചു? 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. ഹല്ലേലൂയ. തമ്പുരാൻ പോലും 7-ാം ദിവസം സ്വസ്ഥമായിട്ടിരുന്നു. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? 6 ദിവസം കൊണ്ട് എല്ലാം ക്രമപ്പെടുത്തിയിട്ട് കർത്താവ്, അതാണ് 11-ാം വാക്യം പറയുന്നത്, 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയുള്ളതൊക്കെയും ഉണ്ടാക്കി. എന്നിട്ട് 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. തമ്പുരാൻ പോലെ സ്വസ്ഥമായി. കർത്താവ് ആഗ്രഹിക്കുന്നത് താൻ സ്വസ്ഥമായിരുന്നത് പോലെ തന്റെ മക്കളും സ്വസ്ഥമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ ആവലാതെ പിടിച്ച് വിരണ്ടോടി അധ്വാനിച്ച് മുഷിഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് ജീവിക്കണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത്തിരി സ്വസ്ഥമായിട്ടിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ഇതിന്റെ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് എല്ലാവരും യേശു കർത്താവിന്റെ അരികിലേക്ക് വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ഒന്നിരിക്കും സ്വസ്ഥമായിട്ട് അപ്പന്റെ പാദപീഠത്തിൽ ഒന്നിരിക്കെ, അപ്പന്റെ ആശ്വാസം അനുഭവിക്കുക. ഹല്ലേലൂയ. സ്വസ്ഥമായിരിക്കാൻ പഠിക്കുക. കർത്താവ് സ്വസ്ഥമായിരുന്നു, നാമും സ്വസ്ഥമായിരിക്കുവാൻ തമ്പുരാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, നീ 6 ദിവസം ഓടിയാൽ മതി, 6 ദിവസം അധ്വാനിച്ചാൽ മതി, 6 ദിവസം തലകുത്തലെന്ന് എന്തുവേണോ ചെയ്തോ, രാവിലെ പകലാക്കിയോ, പകലെ രാത്രിയാക്കി എന്തുവേണോ ചെയ്തോ. പക്ഷെ 7-ാം ദിവസം നീ എന്ത് സ്വസ്ഥമായിട്ടിരിക്കും, സമാധാനമായിട്ടിരിക്കും. എന്തിനീ ടെൻഷനും ആവലാകും നെട്ടോട്ടവും ഒക്കെ? ഇതൊക്കെ പറയുമ്പോഴും ഞാൻ നിങ്ങളെ വിട്ട് വരുന്നവരെയൊക്കെ കൊണ്ട് ഞായറാഴ്ചയും കൂടെ പരിപാടി നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വസ്ഥമായിരിക്കാനായിട്ട് ഞാൻ വിടുന്നില്ല. തമ്പുരാന്റെ മുമ്പിൽ അത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് പിടുത്തമില്ല. എങ്കിലും പ്രിയമുള്ളവരെ മനസ്സിലാക്കിക്കൊള്ളുക, ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ പരമാവധി ഇരിക്കുവാനായിട്ട് ശ്രമിക്കും. ഈ പറയുന്നത് എനിക്ക് പറ്റാത്ത, ഞാൻ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്.
പലപ്പോഴും ഈ ഓട്ടങ്ങൾ എന്തിനാണ് ഈ ഓട്ടം എന്ന് എനിക്കൊരു പിടുത്തമില്ല. പ്രത്യേകിച്ച് ഈ ഒരു ശുശ്രൂഷ തുടങ്ങിയതിനു ശേഷം ഓട്ടമാണ്. ശരിക്കും തിരിക്കാൻ പോലും പറ്റുന്നില്ല. കർത്താവ് പറയുന്നു, വാ വന്ന് എൻ്റെ കാറ്റിൽ ഇരിക്കും, എന്നെ കേൾക്ക്, നിനക്ക് പറയാനുള്ളത് എന്നോട് പറ, ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഞാൻ പറയും, കർത്താവേ സമയമില്ല, ഞാൻ പിന്നെ വരാം. ഇതാണ് അവസ്ഥ, ഇതാണ് മനുഷ്യൻ. നമ്മുടെ എല്ലാവരുടെ അവസ്ഥ ഞാൻ പറയും. കണ്ടെത്തണം, തിരുത്തണം, കർത്താവിൻ്റെ സന്നദ്ധിയിൽ പാദപീഠത്തിലിരിക്കണം. അവിടുന്ന് ആഗ്രഹിക്കുന്നു നാം എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അടുത്തു പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്ന ഈ അരുവിയോട് ദേശത്ത് നീ ദീർഘായുസ്സോടെ ഇരുന്ന് നന്മ അനുഭവിക്കുവാൻ എന്ത് ചെയ്യണം? നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് മുമ്പോട്ട് പറയുന്നു, കൊല ചെയ്യരുത്, കൊല ചെയ്യരുത്. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളാരും കൊല ചെയ്തിട്ടുള്ളവരല്ല. പക്ഷേ ഹൃദയം കൊണ്ട്, വാക്കുകൊണ്ട് നാം എല്ലാവരും കൊലപാതകികളാണ്. സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ നീ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. ഹല്ലേലൂയ. മണ്ടാന്ന് വിളിച്ചാൽ മതി, തീർന്നു. നമ്മള് കടാര പണിഞ്ഞ് പള്ളക്ക് കുത്തി കയറ്റി കൊല്ലുന്ന കാര്യമാണ് കൊലപാതകമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കൊല്ലുന്ന കാര്യമാണ് കൊലപാതകമെന്ന് ചിന്തിച്ചു വച്ചിരിക്കുന്നു. കർത്താവ് പറയുന്നു, സഹോദരനെതിരെ നീ ഹൃദയം കൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന, പറയുന്ന വാക്കുകൾ പോലും അവൻ എന്ത് ചെയ്യുന്നു? കൊലപ്പെടുത്തുന്നതാണ്. നീ എന്ത് ചെയ്യും? ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വ്യഭിചാരം ചെയ്യരുത്. 14-ാം വാക്യം, 20-14. വ്യഭിചാരം ചെയ്യരുത്. കർത്താവ് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഓടിച്ചു പറഞ്ഞു പോകുന്നത് കേട്ടോ. വ്യഭിചാരം ചെയ്യരുത്. കർത്താവ് പറയുന്നു, ഒരുത്തൻ സ്ത്രീയെ മോഹിച്ചുകൊണ്ട് നോക്കിയാൽ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചും ഒരുത്തി പുരുഷനെ മോഹിച്ചുകൊണ്ട് നോക്കിയാൽ വ്യഭിചാരം ചെയ്യാം. ചിന്തിക്കുക. മോഷ്ടിക്കരുത്. 15, മോഷ്ടിക്കരുത്. മോഷ്ടിച്ചിട്ടുണ്ടോ? മോഷ്ടിച്ചിട്ടുണ്ടോ? മോഷ്ടിച്ചിട്ടില്ലേ? ഉണ്ടായില്ലേ? എന്തോ അറിഞ്ഞോളൂ. മോഷ്ടിക്കരുത്. നമ്മളാരും മോഷ്ടിച്ചിട്ടില്ല. മോഷണ കുറ്റത്തിന് നമ്മളാരെയും പിടിച്ചിട്ടുമില്ല. അതേസമയം നമ്മൾ പല പ്രവൃത്തി കൊണ്ട്, പല ചിന്ത കൊണ്ട്, ഹൃദയം കൊണ്ട് നമ്മൾ ഈ പാപം ചെയ്യുന്നുണ്ട്. അടുത്ത വാക്യം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ധ്യാനിക്കാം. 16, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്. കള്ളസാക്ഷ്യം പറയരുത്. അടുത്ത ഒരു വാക്യം കൂടെ, കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയെയും അവന്റെ ദാസനെയും ദാസിയെയും അവന്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ 10 കൽപ്പന പരിശുദ്ധാരാധനയിൽ ചൊല്ലിവിടും. എന്താണ്? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്. പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ സഞ്ചരിച്ചിട്ടില്ല, ഉള്ളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇവിടെ പറയുന്നത് എന്താണ്? കൂട്ടുകാരനെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. കർത്താവ് എടുത്തെടുത്ത് പറയുന്നത് ഭവനത്തെ മോഹിക്കരുത്, അവന്റെ ഭാര്യയെ മോഹിക്കരുത്, അവന്റെ ദാസനെ മോഹിക്കരുത്, അവന്റെ ദാസിയെ മോഹിക്കരുത്, അവന്റെ കാളയെ മോഹിക്കരുത്, അവന്റെ കഴുതയെ മോഹിക്കരുത്. കൂട്ടുകാരനുള്ള യാതൊന്നും മോഹിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായി കൊള്ളുക. കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്, ഭവനത്തെ മോഹിക്കരുത്. അവന്റെ ഭാര്യയെ മോഹിക്കരുത്, അവന്റെ ഭാര്യയെ മോഹിക്കരുത്. മനസ്സിലാവണമല്ലോ. ദാസനെയും ദാസിയെയും മോഹിക്കരുത്. മനസ്സിലാവുക. അടുത്ത് പറയുന്നത് എന്താണ്? അവന്റെ കാള, അവന്റെ കഴുത, മീൻസ് എന്താണ്? അവനുള്ള സമ്പത്ത്. മനസ്സിലാവുണ്ടോ? അവന്റെ ഉപജീവനം, അവന്റെ സമ്പത്ത്, അവന്റെ ഉപജീവനം, ഇതൊന്നും എന്ത് ചെയ്യരുത്?
മോഹിക്കരുത്, മോഹിക്കരുത്. പലരും പറയും, പലരെയും കാണുമ്പോൾ പറയും, ഓ എന്നാൽ ഇതെവിടുന്നാണ് ഇതൊക്കെ വാരി കൂട്ടുന്നത്? ഒരു പിടുത്തവും ഇല്ലല്ലോ. ലോട്ടറി അടിച്ചതായിട്ട് വിവരമില്ല, വേറെ ഒന്നും കിട്ടിയതായിട്ടോ കണ്ടതായിട്ടോ പിടുത്തമില്ല. വല്ല കള്ളപ്പണമായിരിക്കും അല്ലേ? അല്ലെ? അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ പറയാറുണ്ടോ? ഒരു പിടുത്തവുമില്ല. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു? അവനുള്ളത് കണ്ടിട്ട് നമുക്ക് സഹിക്കാത്തത് കൊണ്ട് പറഞ്ഞു. അവനുള്ളത് കണ്ടിട്ട് നമ്മുടെ ഒരു വേദന, എന്തോ ഒരു വല്ലാത്ത വേദന. എന്തോന്ന് വേദന അത്? അതാണ് ഈ പറഞ്ഞ വേദന. അതാണ് ഈ പറഞ്ഞ വേദന. ദൈവം പറയുന്നു, അവനെങ്ങനെ നേടിയോ, എങ്ങനെ നേടിയോ, എന്ത് നേടിയോ അതൊക്കെ ചോദിക്കുന്ന ദൈവമാണ്. ദൈവമാണ്. നീ അത് കണ്ട് അസൂയപ്പെടരുത്. നീ അതുകൊണ്ട് അത് കണ്ട് മോഹിക്കുകയും ചെയ്യരുത്. പ്രിയമുള്ളവരെ, വ്യക്തമായിട്ട് പരിശുദ്ധ വചനം ഈ കാര്യാദികളെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വചനം മുമ്പോട്ട് നമുക്കൊത്തിരി പറയേണ്ടതുണ്ട്. എങ്കിലും ഞാൻ ഉപസംഹരിക്കുകയാണ്, ചുരുക്കുകയാണ്. 19-ാമത്തെ വാക്യം, മോശയോട് നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്. 18 തൊട്ടുള്ള വാക്യം ശ്രദ്ധിക്കണം. 18 തൊട്ടുള്ള വാക്യം ശ്രദ്ധിക്കണം. ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. അതായത് മോശ ദൈവപർവ്വതത്തിലേക്ക് കയറി കൽപ്പന വാങ്ങുന്നതിന് വേണ്ടി നിൽക്കുന്ന ഇടത്ത് ആ പർവ്വതം പുക കൊണ്ട്, പിന്നെ എന്താണ്, ഇടിമുഴക്കം കൊണ്ട്, മിന്നൽ കൊണ്ട്, കാഹളധ്വനി കൊണ്ട് പർവ്വതം പുകയുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ ജനമെല്ലാം വിറച്ചു. എന്നിട്ട് ദൂരത്ത് നിന്ന് മോശയോട് പറഞ്ഞത്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മനസ്സിലാക്കിക്കൊള്ളുക. ജനം പറയുന്നത് എന്താണ്? മോശയെ നീ സംസാരിച്ച മതി, ദൈവത്തിന്റെ സാന്നിധ്യം മുഖ കൊണ്ട് പർവ്വതം മൂടി ഇങ്ങനെ അത് നിറഞ്ഞു വരുമ്പോ ജനം പറയുകയാണ്, ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പേടിച്ചു വിറക്കുകയാണ്. അപ്പോൾ മോശ പറയുന്നത് ഇങ്ങനെയാണ്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിന് മാത്രമേ ദൈവം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൻ മകൻ ചെയ്ത തെറ്റിന് ശിക്ഷണം കൊടുത്താൽ അപ്പനോട് മകന് എന്തുണ്ടാകും? എന്തൊക്കെ സ്നേഹത്തോടു കൂടെയുള്ള, ബഹുമാനത്തോടു കൂടെയുള്ള ഒരു ഭയം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അവനെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നാം നടന്നാൽ അവിടെ നമ്മോട് കരുണ കാണിക്കും, അവിടെ നമ്മോട് മനസ്സലിയും, നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ അടുക്കൽ, ഈ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയില് നമ്മുടെ ജീവിതങ്ങളെ ഭയത്തോടും വിറയലോടും നയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നാം ധരിക്കുന്നത് കണക്ക് ദൈവം സ്നേഹവാനാണ്, കരുണാമയനാണ്. കാരുണ്യവാനായ ദൈവം സകലത്തിലും നമ്മെ വഴി നടത്തുവാനും നന്മകളും അനുഗ്രഹങ്ങളും നൽകുവാനും ഒക്കെ കടാക്ഷിക്കുന്ന ദൈവമാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ ചെയ്യുന്ന തെറ്റിന് അവിടുന്ന് ശിക്ഷ തരാതെ ഇരിക്കുകയില്ല. ലളിതമായിട്ട് മോശയുടെ അന്ത്യം കൂടെ ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായം. ഞാനിത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു വലിയ ജനസമൂഹത്തെ കാനാൻ ദേശത്തിലേക്ക് എത്തും വരെ നയിച്ച, അല്ലെങ്കിൽ എത്തുവോളം നയിച്ച ഈ മോശ എവിടെയാണ്? മോവാബ് ദേശത്ത് വെച്ച് ഇങ്ങനെ പിസ്ഗാ മലയുടെ മുകളിൽ വെച്ച് ദൈവത്താല് മരിച്ചടക്കപ്പെടുന്നുണ്ട്. ഞാൻ നിങ്ങളോട് അന്നും ചോദിച്ച കാര്യം ഇങ്ങനെയാണ്, എന്തുകൊണ്ട് മോശ ഒരു മരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് മോശയ്ക്കൊരു മരണം? പ്രിയമുള്ളവരെ, ദൈവസന്നിധിയില് ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് കരം നീട്ടുമ്പോൾ ആ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ നൽകുന്നവനെ കുറിച്ച് ദൂഷണവും കുറ്റവും പറയുന്ന ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. സഖറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് പഠിക്കണം. സഖറിയ പ്രവാചകന്റെ പുസ്തകം എത്രാമത്തെ അധ്യായം? എത്ര? 3. ഏത് പുസ്തകം? സഖറിയ. മറക്കൂലല്ലോ. അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം, ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ
ദൈവം അവനെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവനെതിരെ അവനിലുള്ള പാപത്തെ കുറിച്ച് കുറ്റം പറയുന്ന സാത്താനുണ്ട്. അതാണ് യോബിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ ദൈവപുത്രന്മാർ നിൽക്കുവാനായിട്ട് ചെന്നപ്പോൾ ആരും പോയി? സാത്താനും പോയി. ഹല്ലേലൂയ. ഇവൻ നമ്മെ കുറിച്ച് ദൂഷണവും ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, ഇല്ലാത്തത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചില കാര്യങ്ങൾ ഓടിച്ച് ഈ കൽപ്പനകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴേ നമ്മെ കുറിച്ച് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആർക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം നമ്മളെല്ലാം ഇതിൽ തെറ്റിക്കിടക്കുകയാണ്. അങ്ങനെയുള്ള നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന് തരാൻ മനസ്സുണ്ട്. പക്ഷെ ആരും സമ്മതിക്കത്തില്ല. പിശാച് സമ്മതിക്കില്ല. കാരണം എന്താണ്? എന്നെ പോലെ പാപം ചെയ്തിട്ടാണ് അവന് നിൽക്കുന്നത്. എനിക്ക് തന്നില്ലല്ലോ, പിന്നെ നീ എന്തിന് അവന് കൊടുക്കുന്നെന്ന് ചോദിക്കും. ദൈവം പക്ഷപാതമില്ലാത്തവനാണ്, നീതിമാനാണ്. അതുകൊണ്ടാണ് തമ്പുരാൻ ചില ശിക്ഷണങ്ങൾ നൽകി മോശയെ അപ്പുറം കടത്താതെ ഇപ്പുറത്ത് നിർത്തി അങ്ങ് അവന്റെ ജീവൻ എടുത്തത് കണക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ചില ബാലശിക്ഷകൾ നൽകുന്നത്. അതാണ് നമ്മൾ പാടുന്നത്. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേരുന്ന സ്നേഹം കുറഞ്ഞു പോയില്ല. ചേരുന്ന സ്നേഹം ഈശ്വരിൽ എൻ മനം വിശ്രമം നേടും. നന്മയെ തങ്കരം നൽകുമെൻ ഈശ്വരിൽ എൻ മനം വിശ്രമം കണ്ടിടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ബാലശിക്ഷ നൽകുന്ന കർത്താവ്, ബാലശിക്ഷ നൽകുന്ന കർത്താവ്, ഈ കർത്താവ് നൽകുന്ന ശിക്ഷണ വേണ്ടാന്ന് പറഞ്ഞ് മറുതലിക്കരുത്. നാം ശരിയാകുവാൻ, നാം നന്നാകുവാൻ, നന്മ പ്രാപിക്കുവാൻ അപ്പൻ നൽകുന്ന ചെറിയ അടികൾ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കണം. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ജീവിതത്തിലുള്ള തിന്മകളും കുറവുകളൊക്കെ ഏറ്റുപറയുവാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും. ഒരു വിശുദ്ധീകരണം നമുക്ക് നൽകും. അതനുഭവിച്ചുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തൻ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ,